ഹലോ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ തുടങ്ങാം കേട്ടോ. ഇതാ ഈ കാണുന്ന സെൻറ്റൻസസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുഡ് ഹാവ്, വുഡ് ഹാവ്, മേ ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ്, പിന്നെ ഇതിൻ്റെയൊക്കെ നെഗറ്റീവ്സും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം. പക്ഷേ ആദ്യം നമുക്ക് വുഡ് ഹാവ് വെച്ച് തുടങ്ങാം. ഇതാ ഈ സെൻറ്റൻസ് നോക്കൂ, അവൾ ഇന്നലെ പോയേനെ. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്റ്റിൽ നടന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അല്ലേ. അവൾക്ക് പോകാൻ പറ്റിയില്ല, അവൾ പോയില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയാണ് പറ്റിയിരുന്നെങ്കിൽ അവൾ പോയേനെ എന്ന്. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാമെന്നറിയാമോ? ഷീ വുഡ് ഹാവ് ഗോൺ എന്നാണ്. അത് ഞാനത് എഴുതി കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. അപ്പോൾ അവൾ എന്നതിന് നമ്മൾ ഷീ എന്ന് പറയാം കേട്ടോ. ഷീ പോയേനെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ വേർബ് പോവുക എന്നാണ് അല്ലേ, ടു ഗോ എന്നാണ് വരുന്നത്. എങ്ങനെ എഴുതിയെന്ന് നോക്കൂ നമ്മളിത്. ഷീ വുഡ് ഹാവ് ഗോൺ എന്നാണ് കേട്ടോ വന്നത്. എപ്പോൾ പോയേനെന്ന്? ഇന്നലെ. അപ്പോൾ അതുകൂടെ ഞാൻ ചേർക്കുകയാണ്. ഷീ വുഡ് ഹാവ് ഗോൺ യെസ്റ്റർഡേ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് നമുക്കിവിടെ ഈ ഗോൺ കിട്ടിയത്? മനസ്സിലായോ? അത് ഈ പോവുക എന്നുള്ളതിന് ടു ഗോ എന്നാണല്ലോ പറയുന്നത്. അതാണ് വേർബ്. അതിൻ്റെ രണ്ടാമത്തെ ഫോമാണ് വെൻറ്റ്, അതായത് പാസ്റ്റ് ഫോം. അതിൻ്റെ മൂന്നാമത്തെ ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് നമ്മുടെ ഗോൺ. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് എല്ലാം നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് മനസ്സിലായോ? ആദ്യം വുഡ് എഴുതണം, അത് കഴിഞ്ഞിട്ട് ഹാവ് വരും, അത് കഴിഞ്ഞിട്ട് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം വരും. ഇതാണ് നമുക്ക് വേണ്ട ഫോം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാനിപ്പോൾ ഇവിടെ എഴുതിയത് ഷീ വുഡ് ഹാവ് ഗോൺ എന്നാണല്ലോ. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ പറയുമ്പോൾ ഷീ വുഡ് ഹാവ് ഗോൺ എന്നാണ് പറയുക. വുഡ് ഹാവ് എന്നുള്ളതെന്ന് ചുരുക്കി പറയും. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുന്നതെന്നറിയാമോ? ദാ വുഡ് എഴുതിയിട്ട് അപ്പോസ്ട്രഫി VE, ഷീ വുഡ് ഹാവ് ഗോൺ എന്നാണ് പറയുക. അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. അവർ നിന്നെ സഹായിച്ചേനെ. അപ്പോൾ ഇവിടെ മറക്കരുത് കേട്ടോ, ആദ്യം നമുക്ക് വേർബ് ഒന്ന് റെഡിയാക്കി വെക്കാം. സഹായിക്കുക എന്നുള്ളതിന് ടു ഹെൽപ്പ് എന്നാണല്ലോ പറയുന്നത്. ഞാനിവിടെ എഴുതാം, ടു ഹെൽപ്പ് എന്നാണ് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഫോം എന്താണ്? സഹായിച്ചു എന്നുള്ളതിന് ഹെൽപ്പ് എന്ന് പറയണം. അപ്പോൾ ഈ ED ചേർത്ത് വരുന്ന വേർബ്സിൻ്റെ എല്ലാം മൂന്നാമത്തെ ഫോമും അത് തന്നെയായിരിക്കും. അപ്പോൾ ഹെൽപ്പ് തന്നെയാണ് ഇവിടുത്തെ മൂന്നാമത്തെ ഫോം കേട്ടോ, അത് ഓർമ്മ വേണേ. ഇനി നമുക്കിവിടെ സെൻറ്റൻസ് ഉണ്ടാക്കാം. അവർ, ഇപ്പം എന്ത് പറയും? ദേ. ദേ നമുക്ക് ഉപയോഗിക്കേണ്ട ഫോം ഇതാണ് കേട്ടോ, വുഡ് ഹാവ്. അത് തന്നെ ഉപയോഗിക്കുക. ദേ വുഡ് ഹാവ് സഹായിച്ചേനെ. മൂന്നാമത്തെ ഫോം ഉപയോഗിക്കുക. ദേ വുഡ് ഹാവ് ഹെൽപ്ഡ് ആരെ? നിന്നെ. ദേ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. എങ്ങനെയാണ് കിട്ടിയെന്ന് കണ്ടോ? അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ ഫോം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഷീ ആണ് വന്നത്, അവിടെയും പറഞ്ഞു ഷീ വുഡ് ഹാവ് ഗോൺ. ഇവിടെ ദേ ആണ് വന്നത്, അവർ. കുറേ പേരുണ്ട്, അവിടെയും പറഞ്ഞു ദേ വുഡ് ഹാവ് ഹെൽപ്ഡ്. അപ്പോൾ ഒരാളെ പറ്റിയാണെങ്കിലും പ്ലൂറൽ, കുറേ പേരെ പറ്റി പറയുകയാണെങ്കിലും ഒരേപോലെ തന്നെയാണ് ഈ ഫോം വരിക. അത് ഓർമ്മയുണ്ടാവണം കേട്ടോ. അടുത്തത്, ഞാൻ നിന്നോട് പറയുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേർബ് ഒന്ന് റെഡിയാക്കാം. പറയുക എന്നുള്ളതിന് ടു ടെൽ എന്ന് പറയാം, ടു ടെൽ യു എന്നൊക്കെ അല്ലേ പറയുക. അപ്പോൾ ടെൽ എന്ന വേർബിൻ്റെ രണ്ടാമത്തെ ഫോം ടോൾഡ് ആണ്. അതിൻ്റെ മൂന്നാമത്തെ ഫോമും ടോൾഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില വേർബ്സ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടി വരും കേട്ടോ, അതിൻ്റെ ഫോംസ് ഇറെഗുലർ വേർബ്സ് ആണെങ്കിൽ. അപ്പോൾ ഞാൻ നിന്നോട് പറയുമായിരുന്നു, ഞാൻ. ഐ, ഇത് തന്നെ ഉപയോഗിക്കുക. ഐ വുഡ് ഹാവ്. അപ്പോൾ ഇവിടെ ഞാൻ ഷോർട്ട് ഫോം ഉപയോഗിക്കാം കേട്ടോ. ഐ വുഡ് ഹാവ് പറയുമായിരുന്നു. മൂന്നാമത്തെ ഫോം ടോൾഡ്. ഐ വുഡ് ഹാവ് ടോൾഡ് നിന്നോട്. ഐ വുഡ് ഹാവ് ടോൾഡ് യു. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കഴിഞ്ഞതിനെ പറ്റി ഇങ്ങനെ ചെയ്തേനെ, ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ വുഡ് ഹാവ് പിന്നെ വേർബ് 3 കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് ഇനി കാണാൻ പോകുന്നത്. ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ നിന്നെ വിളിക്കില്ലായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സന്ദർഭം ഒന്ന് ഓർത്ത് നോക്കൂ. ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു രാത്രി ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് അവൾ പറയാണ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ എന്ത് പറയും? അയ്യോ, അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിളിക്കില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ വിളിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ ഒരു പഴയ കാര്യത്തെക്കുറിച്ച് സങ്കല്പിച്ച് പറയാണ്, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു, ചെയ്യില്ലായിരുന്നു എന്നൊക്കെ. അപ്പോൾ അവിടെ നമ്മളെന്താ പറയുക? മുൻപ് നമ്മൾ വുഡ് ഹാവ് പിന്നെ V3 ചെയ്തില്ലേ, അതിൻ്റെ നെഗറ്റീവ് ഫോമാണ് യൂസ് ചെയ്യുക. ഇവിടെ എന്ത് പറയും? ഞാൻ വിളിക്കില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ വിളിക്കുക എന്നുള്ളതിന് കോൾ എന്നാണ് കേട്ടോ നമ്മൾ പറയുക. അത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ഫോം
കോൾഡ് തന്നെയാണ്, കാരണം ഇ ഡി ചേർത്താണ് വരുന്നത്. വേർബ് ടൂവും വേർബ് ത്രീയും സെയിം ആണ്. അപ്പോൾ ഐ വുഡ് നോട്ട് ഹാവ്, നെഗറ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, വുഡ് നോട്ട് ഹാവ് കോൾഡ് യു എന്നാണ് ഇവിടെ വരിക. കണ്ടോ, വുഡ് നോട്ട് ഹാവ് എന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ടൻ ചെയ്ത് വുഡിൻറ്റ് ഹാവ് എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നമ്മൾ വുഡിൻറ്റ് ഹവ് എന്ന് പറയാറുണ്ട്. അതായത് മൂന്നും കൂടെ ചേർത്ത് നമ്മൾ വുഡിൻറ്റ് ഹവ് എന്ന് പറയാറുണ്ട്. പക്ഷേ എഴുതുമ്പോൾ ഒരിക്കലും നമ്മളിങ്ങനെ എഴുതില്ല കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ വുഡിൻറ്റ് ഹാവ് എന്ന് പറയാം, അല്ലെങ്കിൽ വുഡിൻറ്റ് ഹവ് കോൾഡ് യു എന്ന് പറയാം. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഇങ്ങനത്തെ ഷോർട്ട് ഫോം ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ എഴുതുന്നതാണ് എൻ്റെ രീതി. ഇനി ഇത് സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പറയാണ്, ഓ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ ശരിക്കും ഇത് സംഭവിച്ചു, പക്ഷേ പിന്നീട് നമ്മൾ പറയാണ് പാസ്റ്റിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ എന്ത് പറയും? ഇത് സംഭവിക്കില്ലായിരുന്നു. ഇപ്പോൾ സംഭവിക്കുക എന്നുള്ളതിന് ടു ഹാപ്പൻ എന്ന് പറയാം. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. ദിസ്, ഇത്, ദിസ് wouldn't have സംഭവിക്കുക എന്നുള്ളതിന് ഹാപ്പൻ എന്നാണല്ലോ, അതിൻ്റെ മൂന്നാമത്തെ ഫോം ഹാപ്പൻഡ് ആണ്. ദിസ് വുഡിൻറ്റ് ഹാവ് ഹാപ്പൻഡ് എന്നാണ് ഞാനിവിടെ പറയുന്നത്. കണ്ടോ എങ്ങനെയാണ് വന്നതെന്ന്? ദിസ് വുഡിൻറ്റ് ഹാവ് ഹാപ്പൻഡ്. അപ്പോൾ ഹാപ്പൻഡ് ആണ് V3 ഫോം. എങ്ങനെയാണ് ഈ വുഡിൻറ്റ് ഹാവ് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. കുഡ് ഹാവ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വീണ്ടും നമ്മൾ പാസ്റ്റിലെ കാര്യം തന്നെ പറയാം കേട്ടോ. ദാ ഈ സെൻറ്റൻസ് നോക്കൂ. നിനക്ക് വരാമായിരുന്നു. വന്നോ? വന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ പറയാണ് അന്ന് നിനക്ക് വരാമായിരുന്നു എന്ന്. അതായത് വരാൻ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ വരണ്ട എന്ന് വെച്ചു. അപ്പോൾ നമ്മൾ അവിടെ ഒരു പരിഭവത്തോടെ പറയുകയാണ് നിനക്കന്ന് വരാമായിരുന്നു എന്ന്. അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ മലയാളത്തിൽ പറയാറില്ലേ, നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു, നിനക്ക് എന്നെ ഒന്ന് സഹായിക്കാമായിരുന്നു എന്നൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ പോകുന്നത്. ഇത് പറയാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കുഡ് ഹാവ് ആണ്. അതിൻ്റെ കൂടെ വേർബും യൂസ് ചെയ്യണമല്ലോ. വേർബ് 3 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് അതൊന്ന് റെഡിയാക്കാം. ഈ വരിക എന്നുള്ളതിന് നമ്മൾ കം എന്നാണ് പറയുന്നത് അല്ലേ, ടു കം. അതിൻ്റെ പാസ്റ്റ് ഫോം കെയിം ആണ്, അറിയാലോ, വന്നു, കെയിം. പക്ഷേ അതിൻ്റെ മൂന്നാമത്തെ ഫോം കം തന്നെയാണ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ എഴുതുന്നതെന്ന് നോക്കൂ. നിനക്ക്, അപ്പോൾ അതിന് യു എന്ന് പറയും. യു, ഞാൻ പറഞ്ഞല്ലോ കുഡ് ഹാവ് ആണ് വരേണ്ടത്. യു കുഡ് ഹാവ് കം. ഈ വേർബ് 3 ഫോമാണ് യൂസ് ചെയ്യുന്നത്. യു കുഡ് ഹാവ് കം. കണ്ടോ എങ്ങനെയാണ് വന്നതെന്ന്? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് ഷോർട്ട് ഫോം ആക്കി എഴുതാം, ചെറുതാക്കി എഴുതാം. യു കുഡ് ഹാവ് എന്ന് പറയാം. സെയിം ആണ് കേട്ടോ. യു കുഡ് ഹാവ് കം അല്ലെങ്കിൽ യു കുഡ് ഹാവ് കം. അപ്പോൾ ഇതിൻ്റെ ഫോം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ പറയേണ്ടി വരുമ്പോൾ കുഡ് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഹാവ്, പിന്നെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇനിയെല്ലാം. ഇനി നമുക്ക് നേരത്തെ പോകാമായിരുന്നു. അപ്പോൾ പോവുക എന്നുള്ളതിന് ഗോ എന്ന് പറയാം, പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് പോവുക എന്നൊക്കെ പറയില്ലേ, അതിന് നമ്മൾ ടു ലീവ് എന്ന് പറയും. അപ്പോൾ അവിടെ എങ്ങനെയാണ് വേർബിൻ്റെ മൂന്നാമത്തെ ഫോം വരിക എന്ന് നോക്കാം. ലീവ്, പാസ്റ്റ് ഫോം ലെഫ്റ്റ് ആണ്, വേർബ് 3യും ലെഫ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അപ്പോൾ വി എന്ന് പറയണം. വി നേരത്തെ പോകാമായിരുന്നു. ഇത് തന്നെ യൂസ് ചെയ്യണം. വി കുഡ് ഹാവ്, ഇത് ഉപയോഗിക്കണം. ലെഫ്റ്റ്, വി കുഡ് ഹാവ് ലെഫ്റ്റ്. നേരത്തെ, അപ്പോൾ ഏർലിയർ. നേരത്തെ, വി കുഡ് ഹാവ് ലെഫ്റ്റ് ഏർലിയർ. മനസ്സിലായോ? ഇനി അവൾക്ക് എന്നോട് പറയാമായിരുന്നു. അപ്പോൾ പറയുക എന്നുള്ളതിന് ടെൽ, അത് നമ്മൾ നേരത്തെ കണ്ടല്ലേ. ഇതെങ്ങനെ പറയും? അവൾക്ക്, ഷീ, ഇത് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. ഷീ കുഡ് ഹാവ്, ഇവിടെ ഞാൻ ഷോർട്ട് ഫോം എഴുതുകയാണേ. ഷീ കുഡ് ഹാവ് ടോൾഡ് മീ, പറയാമായിരുന്നു. ആരോട്? എന്നോട്. ഷീ കുഡ് ഹാവ് ടോൾഡ് മീ. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? ഇനി ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. അതായത് കുഡ് ഹാവ് വന്നില്ലേ, അതുപോലെ കുഡിൻറ്റ് ഹാവ് എങ്ങനെയാണ് വരുന്നതെന്ന് ഇനി നോക്കാം. ഇവിടെ നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നാണ്. നോക്കൂ, എനിക്ക് നേരത്തെ പോകാൻ പറ്റില്ലായിരുന്നു, അത് ഇമ്പോസിബിൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ കുഡ് നോട്ട് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കൂ, എനിക്ക് അല്ലേ. അപ്പോൾ ഐ ആണ് വരുന്നത്. ഐ നേരത്തെ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഐ കുഡ് നോട്ട് ഹാവ്, ഞാൻ ഇങ്ങനെ ഷോർട്ട് ഫോം അല്ലാതെ എഴുതുക കേട്ടോ. ഐ കുഡ് നോട്ട് ഹാവ്, നേരത്തെ പോവുക ഞാൻ പറഞ്ഞില്ലേ, ലീവ് ഉപയോഗിക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ വേർബ് 3 ലെഫ്റ്റ് ആണല്ലോ.
ഐ കുഡ് നോട്ട് ഹാവ് ലെഫ്റ്റ് ഏർലിയർ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഞാൻ ഐ കുഡ് നോട്ട് ഹാവ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഫോം ആക്കിയിട്ട് കുഡിൻറ്റ് ഹാവ് എന്ന് പറയാം. അതായത് ഇങ്ങനെ എഴുതാം എന്നാണ് ഞാൻ പറഞ്ഞത്, കുഡിൻറ്റ് ഹാവ്. അല്ലെങ്കിൽ ഇങ്ങനെയും എഴുതാം, കുഡിൻറ്റ്, ഇങ്ങനെ ചുരുക്കി മൂന്നും കൂടെ ചേർത്ത് കുഡിൻറ്റ് ഹാവ് എന്ന് പറയാം. അപ്പോൾ ഐ കുഡ് നോട്ട് ഹാവ് ലെഫ്റ്റ് ഏർലിയർ എന്ന് വെച്ചാൽ എനിക്കത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു, പറ്റില്ലായിരുന്നു എന്നാണ്. ഇനി നിൻ്റെ സഹായമില്ലാതെ എനിക്കിത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, എന്ത് പറയും? ഇവിടെ നമ്മൾ ചെയ്യുക എന്നാണ് കേട്ടോ വേർബ് വരുന്നത്. അതായത് ഡു എന്നാണ് വേർബ്. അതിൻ്റെ പാസ്റ്റ് ഫോം എന്താണ്? ഡിഡ് ആണ്. അതിൻ്റെ മൂന്നാമത്തെ ഫോം ഡൺ ആണ് കേട്ടോ വരുന്നത്. അത് ഓർമ്മ വേണേ. ഇവിടെ നമ്മൾ എന്ത് പറയും? എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമുക്ക് ആ ഭാഗം ആദ്യം എഴുതാം. എനിക്ക്, അപ്പോൾ ഐ കുഡിൻറ്റ് ഹാവ് വേർബ് ക്രിയ എന്താണ്? ഡൺ. ഐ കുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ്, നിൻ്റെ സഹായമില്ലാതെ. അപ്പോൾ അവിടെ നമുക്ക് പറയാം വിതൗട്ട് യുവർ ഹെൽപ്പ്. ഞാൻ ഇവിടെ നിന്ന് വായിച്ചോട്ടെ ഇത്, അല്ലെങ്കിൽ സ്ഥലം ഉണ്ടാവില്ല എഴുതാൻ. അപ്പോൾ ഐ കുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ് വിതൗട്ട് യുവർ ഹെൽപ്പ്. ക്ലിയർ ആയോ? ഇവിടെ പറഞ്ഞു ഐ കുഡ് നോട്ട് ഹാവ് ലെഫ്റ്റ് ഏർലിയർ, ഇവിടെ ഐ കുഡിൻറ്റ് ഹാവ് ഡൺ ഇറ്റ്. അപ്പോൾ ഒരു കാര്യം പറ്റില്ലായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ കുഡ് ഹാവിൻ്റെ നെഗറ്റീവ് ഫോമായ കുഡിൻറ്റ് ഹാവ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇനി നമ്മൾ അതല്ല കേട്ടോ കാണാൻ പോകുന്നത്. നമ്മൾ ചിലപ്പോൾ ഈ പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം, അവളിങ്ങനെ പോയിട്ടുണ്ടാവാം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഗെസ് ചെയ്യാണ് ചെയ്യുന്നത്, അനുമാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയാൻ പല രീതികളുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് മേ ഹാവ് എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈറ്റ് ഹാവ് എന്ന് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് കൂടെ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സെൻറ്റൻസ് നോക്കാം. അവൾ വീട്ടിൽ പോയിട്ടുണ്ടാവാം. അപ്പോൾ അതായത് നമ്മൾ എങ്ങനെ എഴുതുക? ഞാൻ പറഞ്ഞതനുസരിച്ച് അവൾ, അപ്പോൾ ഷീ വീട്ടിൽ പോയിട്ടുണ്ടാവാം. പോവുക എന്നുള്ളതിന് ഗോ ആണല്ലോ, അപ്പോൾ അതിന് മൂന്നാമത്തെ ഫോം ഗോൺ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഷീ മേ ഹാവ് ഗോൺ ഹോം. കണ്ടോ, ഞാനിവിടെ എഴുതുന്നത് ഷീ മേ ഹാവ് എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, ഈ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മേ യൂസ് ചെയ്യാമോ എന്ന്. ഒരു സംശയം വേണ്ട, തീർച്ചയായിട്ടും അവിടെ നമുക്ക് മേ ഹാവ് എന്ന് യൂസ് ചെയ്യാം. പാസ്റ്റിലെ ഒരു കാര്യത്തെക്കുറിച്ച് ഗെസ് ചെയ്യാണ് ചെയ്യുന്നത്, പക്ഷേ മേ ഹാവ് നമുക്ക് പറയാം. മേ ഹാവിൻ്റെ കൂടെ വേർബിൻ്റെ മൂന്നാമത്തെ ഫോം. ഇതേ കാര്യം നമുക്ക് ഇങ്ങനെയും പറയാം, ഷീ മൈറ്റ് ഹാവ് ഗോൺ ഹോം എന്ന് പറയാം. ഇനിയാണ് ട്വിസ്റ്റ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ കാര്യം അങ്ങനെ നടന്നിട്ടുണ്ടാവാം എന്ന് പറയാൻ കുഡ് ഹാവും യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് പറയാം ഷീ കുഡ് ഹാവ് ഗോൺ ഹോം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മുൻപ് നമ്മൾ കുഡ് ഹാവ് വേറൊരു രീതിയിൽ ഉപയോഗിച്ചത്? പോകാമായിരുന്നു, പറയാമായിരുന്നു എന്നൊക്കെ പറയാൻ നമ്മൾ കുഡ് ഹാവ് യൂസ് ചെയ്തില്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പോയിട്ടുണ്ടാകാം എന്ന് പറയാനാണ്. അടുത്തത് ട്രെയിൻ എത്തിയിട്ടുണ്ടാകാം. അപ്പോൾ എത്തുക എന്നുള്ളതിന്, ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്നുള്ളതിന് ടു അറൈവ് എന്ന് പറയാം കേട്ടോ, ടു അറൈവ്. അപ്പോൾ ഈ ഒരു വേർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക, അത് ഇ ഡി. അപ്പോൾ അറൈവ്ഡ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ പറയുക നമ്മൾ? ദ ട്രെയിൻ ഒന്നില്ലെങ്കിൽ മേ ഹാവ്, അല്ലെങ്കിൽ മൈറ്റ് ഹാവ്, അല്ലെങ്കിൽ കുഡ് ഹാവ്. ഇതിലേത് വേണമെങ്കിലും പറയാം. എന്നിട്ട് അറൈവ്ഡ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മളിങ്ങനെ ഗെസ് ചെയ്യാണ് വന്നിട്ടുണ്ടാകാം എന്ന്. ഇനി ഇതേ കാര്യം നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, അയാൾ ചിലപ്പോൾ നിന്നെ കണ്ടിട്ടില്ലായിരിക്കാം. അവിടെ ഒരു കാര്യം ഇങ്ങനെ സംഭവിച്ചിട്ടില്ലായിരിക്കാം എന്ന് നമ്മൾ ഗെസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ നെഗറ്റീവ് ഫോം നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ എന്താ പറയുക ഇവിടെ? അയാൾ, അപ്പോൾ ഹീ എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങുക. ഹീ, ഇവിടെ നമുക്ക് പറയാം മേ നോട്ട് ഹാവ്, കാണുക എന്നുള്ളതിന് സീ എന്ന് പറയുമല്ലോ, മേ നോട്ട് ഹാവ് സീൻ യു എന്ന് പറയാം. അല്ലെങ്കിൽ ഹീ മൈറ്റ് നോട്ട് ഹാവ് സീൻ യു എന്ന് പറയാം. അപ്പോൾ ഒരു കാര്യം, ഈ മേ ഹാവും മൈറ്റ് ഹാവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല, പിന്നെ പറയാനാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം പറയാം. ഈ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെങ്കിൽ നമ്മൾ മൈറ്റ് ഹാവ് ആയിരിക്കും യൂസ് ചെയ്യുക. കുറച്ചെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണെങ്കിൽ മേ ഹാവ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരു വളരെ വളരെ ചെറിയൊരു വ്യത്യാസം രണ്ടും തമ്മിലുണ്ട്. ഇതെങ്ങനെയാണ് ഈ മേ ഹാവ്, മൈറ്റ് ഹാവ്, കുഡ് ഹാവ് ഈ ഒരു അർത്ഥത്തിൽ യൂസ് ചെയ്യാമെന്ന് മനസ്സിലായല്ലോ.
അപ്പോൾ ഇതേ കാര്യം നമുക്ക് നെഗറ്റീവായിട്ടും യൂസ് ചെയ്യാം. ഹി മൈറ്റ് നോട്ട് ഹാവ് സീൻ യു എന്ന് ഇവിടെ നമുക്ക് പറയാൻ വേണമെങ്കിൽ അപ്പം നോട്ട് ഉപയോഗിച്ച് പറഞ്ഞു. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടത് പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഗെസ് ചെയ്യാന്നാണ് അല്ലേ. അപ്പോൾ ഒരു കാര്യം നടന്നിട്ടുണ്ടാവാം എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ മേ ഹാവ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടു. പക്ഷേ ഇവിടെ അതല്ല കേട്ടോ. പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ ഒരു കാര്യം അതിങ്ങനെ നടന്നിട്ടുണ്ടാവണം എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുക മസ്റ്റ് ഹാവ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ പറയുന്നത് നോക്കാം. അവൾ ജയിച്ച് കാണണം. അപ്പോൾ ജയിക്കുക എന്നുള്ളതിന് ടു പാസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ verb 3 പാസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, അവൾ. അപ്പോൾ ഷീ ജയിച്ച് കാണണം, നമുക്ക് ഏകദേശം ഉറപ്പാണത്. അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് ഷീ മസ്റ്റ് ഹാവ്, ഞാൻ പറഞ്ഞല്ലോ verb 3 ഇവിടെ പാസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഷീ മസ്റ്റ് ഹാവ് പാസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ ഫോം എന്ന് കണ്ടോ, മസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഹാവ്, അത് കഴിഞ്ഞിട്ട് verb 3. എപ്പോഴാണത്, നമുക്ക് ഓൾമോസ്റ്റ് അതിനെപ്പറ്റി ഷുവർ ആണെങ്കിലാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇനി അടുത്തത്, ട്രെയിൻ 10 മണിയോടെ പോയിട്ടുണ്ടാവണം. അപ്പോൾ പോവുക എന്നുള്ളതിന് ടു ലീവ് അല്ലെങ്കിൽ ടു ഡിപ്പാർട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും, ദ ട്രെയിൻ, നമുക്ക് ഉറപ്പാണല്ലോ ഇവിടെ. അപ്പോൾ ദ ട്രെയിൻ, വീണ്ടും മസ്റ്റ് ഹാവ്, പോവുക എന്നുള്ളതിന് സ്ഥലം വിടുക എന്നുള്ളതിന് ലീവ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് എന്നാണ് കേട്ടോ പറയുന്നത്. മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ബൈ 10, 10 മണിയോടെ, അതിനാണ് ബൈ 10 o'clock എന്ന് പറയുന്നത്. ദ ട്രെയിൻ മസ്റ്റ് ഹാവ് ലെഫ്റ്റ്, നമുക്ക് ഉറപ്പാണ്, കാരണം സാധാരണ 10 മണിക്കാണ് പോകുന്നത്, അപ്പോൾ ഉറപ്പാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകില്ല, ഇതേ കാര്യം നമ്മൾ നെഗറ്റീവായിട്ട് പറയാണ്. അതായത് ഇവിടെ നമുക്ക് ഒരു കാര്യം നടന്നിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്, ഇവിടെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് ഉറപ്പുള്ളത്. അപ്പോൾ അവിടെ എന്താ നമ്മൾ പറയാമെന്നറിയാമോ, അവിടെ നമ്മൾ ഈ മസ്റ്റ് നോട്ട് ഹാവ് എന്നല്ല പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ കാൺട്ട് ഹാവ് എന്ന് യൂസ് ചെയ്യേണ്ടി വരും. അതായത് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല, അപ്പോൾ നമ്മൾ പറയും ഷീ കാൺട്ട് ഹാവ്, പറയുക എന്നുള്ളതിന് ടു സേ എന്ന് പറയുമല്ലോ. അപ്പോൾ ആ സേ എന്ന് പറയുന്ന വേർബിൻ്റെ മൂന്നാമത്തെ ഫോം സെഡ് തന്നെയാണ് കേട്ടോ. സേ, സെഡ്, സെഡ്. അപ്പോൾ ഷീ കാൺട്ട് ഹാവ് സെഡ് സോ, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഷീ കാൺട്ട് ഹാവ് സെഡ് സോ. ഇനി അവർ കാറ് വിറ്റിട്ടുണ്ടാവില്ല. അപ്പോൾ വിൽക്കുക എന്നുള്ളതിന് ടു സെൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഫോം സോൾഡ് ആണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവർ കാറ് വിറ്റിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. വിറ്റിട്ടുണ്ടാവും എന്നാണെങ്കിൽ ദേ മസ്റ്റ് ഹാവ് സോൾഡ് എന്ന് ഞാൻ പറയുമായിരുന്നു. ഇവിടെ വിറ്റിട്ടില്ല, അപ്പോൾ എന്താ പറയേണ്ടത്, കാൺട്ട് ആണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ദേ കാൺട്ട് ഹാവ് സോൾഡ് ദ കാർ. അവർ കാറ് വിറ്റിട്ടുണ്ടാകാൻ ഒട്ടും തന്നെ വഴിയില്ല. ദേ കാൺട്ട് ഹാവ് സോൾഡ് ദ കാർ എന്നാണ് ഇവിടെ വരിക. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വുഡ് ഹാവ്, കുഡ് ഹാവ്, മേ ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ് ഉപയോഗിച്ച് പറയുന്നതെന്ന് മനസ്സിലായല്ലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ അതെന്നെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇനി അധികം താമസിയാതെ ഇതേപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.